രണ്ട് കൈ സൂക്ഷിക്കുക. കൈ ഒരാൾക്കും നീ മാട്ടം വെച്ചു പോകണ്ട. ഏറ്റവും വലിയ അനാചാരം ഇന്ന് ഈ സമുദായത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സിഹിറുകൾ, മാട്ടമന്ത്രങ്ങൾ. അല്ലെ, പൊടിന്റെ കെട്ടെ കൊടുത്തിട്ട് ചൊരിക്കുന്ന ലിംബ കൊടുത്തിട്ട് എറി അല്ലെ, 50 ഉറുപ്പ 100 ഉറുപ്പ കൊടുത്തിട്ട് കാഫിരീങ്ങളായ മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ട് കച്ചവടക്കാരന്റെ കച്ചവടം തകർക്കാൻ, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ, ഈ രൂപത്തില് സിഹിറുകൾ വൻപാപമാണ്. അല്ല പൊറുക്കാത്ത വൻപാപത്തിൽ പെട്ടതാണ് സിഹിർ. മാട്ടം വെക്കുക. ആൾക്കാർക്ക് പണ്ടത്തെ പോലെ ഗലാട്ടൊന്നുമില്ല ഇപ്പൊ അല്ലേ. പണ്ട് ഗലാട്ട, കത്തി, കുസ്തി, ഗുസ്തി ഇതല്ല. ഇപ്പൊ എന്തിനും ഒരു ലിംബ അല്ലെ, ലിംബ എന്നല്ലേ ചെന്നിട്ട് നാരങ്ങാക്ക് ലിംബ, ലിംബ, കപ്പാട്ടിന്റെ ഉള്ളിൽ ലിംബ ഇല്ലേ, പൊടി ഭസ്മ അല്ലെ, ഓടൊന്നും കിട്ടുന്ന അറിയല്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലി ഭസ്മ കൊടുത്തിട്ട് ഔലൂക്ക് കളക്കിരേ, ഔലൂക്ക് ജനറൽ ബോഡിന്റെ സുബ്ഹാന ജല്ല ഭസ്മ ഉളുവാക്കുന്ന ഔലൂക്ക്. ജുമാ കഴിഞ്ഞിട്ട് മീറ്റിംഗ് എല്ലാരും ചൊല്ലി അധ്യക്ഷായാലേ ആവണു. അപ്പൊ നമുക്ക് മടിക്കേരിന്ന് കൊണ്ടുവന്നില്ലല്ലോ ഇയാൾ ഭസ്മ. ഭാരി പവറിന്റെ ഘട്ടത്തെ ഭസ്മ ഇത് കൊടുത്തിട്ട് ഓടെ കളക്കിന ഔലൂക്ക് എല്ലാം ഉളുവാക്കണ്ടേ. ഉളുവാക്കിട്ടാകുമ്പോ എല്ലാരും അവിടെ തീരുന്നു. മുന്നത്തണ്ട് ജാവൊന്നുറ ഓണായെങ്കിൽ നാണ് ജമാഅത്ത് രാജിവെക്കാൻ ഓണേ ചെല്ലേ ഫസ്റ്റ് അധ്യക്ഷായാലാവും. അത് ഇത് ഇങ്ങനെ ആകുമ്പോ വ്യാപകമായിട്ട് പള്ളി പോലും കച്ചവടക്കാർ ഒർത്ത നല്ല ഉഷാറായിട്ട് ലോൺ ആക്കിയിട്ട് കാർ എടുത്തെങ്കും ഒരു വർഷത്തിൽ 1 ഉറുപ്പ എടുത്തിട്ടില്ല, 520 ഉറുപ്പ ആയി കൊടുത്തേക്കും കാറും ഒത്തിരി ജാല് എടുത്താന്ന് വെക്കുന്നത് അല്ലേ. 1 ഉറുപ്പ കൊടുത്തേക്കും സ്കൂട്ടർ എടുത്ത ഒത്തിരി ജാൽ. അത്ര ലോൺ ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇപ്പൊ. എങ്ങനെ എടുത്തെങ്കും ഓൺ ആർപിയുടെ അവിടെ കട്ടിട്ടെടുത്താ വന്നിര് അല്ലേ, ഓൺ അവിടെ ഡോങ്കി ആക്കിയിട്ട് വന്നിര്, ഓണവിടെ എന്തിരെ അത് കളക്കിയിട്ട് ബീത്തിട്ട് കൊടുക്കുക, എന്തിനു മാറുകൊന്നു. ഈ രൂപത്തിൽ അവര് സിഹിറുകൾ വ്യാപിക്കുന്നു. സിഹിർ ചെയ്തവന്റെ 7 സന്താന പരമ്പരയിൽ ഒരാൾക്കെങ്കിലും അത് തിരിച്ചടിക്കാതിരിക്കില്ല, അവന്റെ മക്കൾക്കോ മരുന്ന് ഫലിക്കാത്ത മാറാവ്യാധി രോഗങ്ങൾ കിട്ടാൻ കാരണമാകും. സിഹിറുമായി ബന്ധപ്പെട്ടു പോകണ്ട. മന്ത്രവാദിന്റെ അടുത്തേക്ക് പോയെങ്കിൽ മതി അവന്റെ ഭാതി അല്ലേ. സക്കറാത്തിന്റെ വേള ഈമാനോടെ മരിക്കാൻ സാധ്യല്ല. ശൈത്താൻ വന്ന് പിടിച്ചു കളയും. അതുകൊണ്ട് സിഹിറുമായി ഒരാൾക്കും സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പൊ സിഹിർ ഉണ്ടെങ്കും ഇല്ലെങ്കും ഒരു കണക്ക് വെക്കുന്നാലടുത്തേക്ക് പോയെങ്കിൽ ചൊന്ന് യോബാ ഞാൻ നേരത്തിൽ പറഞ്ഞു കണക്ക് നോക്കിയിട്ട് അയാൾ ചൊന്നത്തുള്ള ഒക്കെ നിങ്ങൾ ചേച്ചിട്ടുള്ള പോലെ കാട്ടിലല്ലേ ഇതില്, നിങ്ങൾ ചേച്ചിട്ടുള്ള പോലെ കാട്ടില്ല. നിങ്ങൾ മരിക്കുന്ന ടൈം പാസ്സായിട്ട് ഇപ്പൊ എന്തിനാ ബച്ചാവായിട്ടുള്ളാറ് വേഗ പരിഹാറാക്കറു. ഓൻ പോരെ ജാഗെല്ലാം വിത്തിട്ട് പരിഹാറാക്കി എന്തേ കണക്കിൽ ഇയാൾ ഉസ്താദ് കാട്ടിയോണ്ടില്ല ഓൻ ജീമത്തിലുള്ളാന്ന് മരിക്കുന്ന ടൈം പാസ്സായിരുന്നു അറിയുന്ന. ഇത്ര ശല്യം ഓന്റെ കിഡ്നി ഉള്ളെങ്കിൽ ഇത്തൊക്കെ പാറയല്ലോ അല്ലെ. ബ്ലോക്കെല്ലാം ഉണ്ടെങ്കിൽ അപ്പള പൊട്ടക്ക പൊട്ടിയിട്ട് പോകും അല്ലെ. ബ്ലോക്ക് പൊട്ടുന്നല്ല മനസ്സിനെ പൊട്ടിയിട്ട് പോകും. ഇങ്ങനെല്ലാം പേടിപ്പിച്ചെങ്കിൽ ഡോങ്കി ഇതെല്ലാരും ഡോങ്കി. ഇതിന്റെ ഇടയ്ക്ക് ഇന്നലെ മിഞ്ഞാന്നൊരു ഉസ്താദ് പറഞ്ഞു, അയാൾ ചെല്ലല്ല ഇങ്ങനെ ഈ സിഹിർ ഇന്നേട്ട് കണ്ടെങ്കിൽ ഒരു മുട്ടക്ക് എന്താ കെത്തിന എന്ത് മുട്ട ഈ മുട്ടയിൽ കൊത്താവണോ ആവും എല്ലാം തെച്ചിട്ട് ഇയാളെല്ലാം മുട്ട എല്ലാം ഒഴിഞ്ഞിട്ട് പിടിച്ചിട്ട് അല്ല ഇതിനെ കൊണ്ടിട്ട് ഉടക്കണോ. നിങ്ങക്ക് പ്രോബ്ലം ഇന്നേട്ട് കണ്ടെങ്കിൽ ഈ മുട്ട ബേപ്പാട്ടിയ മുട്ട വലയ്ക്കൂന്ന് അല്ല പച്ച മുട്ട അങ്ങ കൊടുത്ത മുട്ട ഈ മുട്ട കൊടുത്തിരാറ് ഉത്തരങ്ങ. ഇത് ഉസ്താദ്മാരെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ പറയും അങ്ങനെയുണ്ട്, ഉസ്താദ്മാരെ പറഞ്ഞ കമ്മിറ്റി പറഞ്ഞ അങ്ങനല്ല. ടോട്ടൽ ഡിസിച്ച് ഒന്നുകൊണ്ട് പോണ്ട്, വേണ്ടത് എടുക്കി വേണ്ടാത്ത വീഡിയോ അങ്ങനെ ഈ മുട്ടല്ല തല ഒഴിഞ്ഞിട്ട് ഉത്തരകളെ കയ്യിൽ കൊടുത്തു. ഇയാൾ കൊണ്ടുപോയിട്ട് എറിഞ്ഞു നോക്കുമ്പോ നല്ല ബേപ്പാട്ടിയ മുട്ട പോലെ ബെന്തിട്ടു. ഉസ്താദ് ചന്ദ്ര പ്രോബ്ലം യാറുണ്ട് ഇല്ലെങ്കിൽ നോക്കും. ഇത്ര വേഗം ഈ ബേപ്പാട്ടാത്ത മുട്ട കൊടുത്തിട്ട് തല ഇങ്ങനെ ആക്കുമ്പോ ഇത് ബേപ്പാട്ടി അത്ര പ്രോബ്ലം ഇന്ന് ഒക്കെ ഇയാൾ നമ്പിയനൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഞങ്ങ കൊടുത്ത മുട്ട ഇങ്ങനെ ഇവിടെ അതെല്ലായിട്ട് നാഷ്ടാക്കണല്ലേ. നാഷ്ടാക്കോ ഉസ്താദ് ദച്ചോട്ടെ എനിക്കില്ല. ഇയാൾ ഇതെന്തര ഒന്നുണ്ടാ ഇയാളെ ഷഡ്ഡിയുടെ കീസയിൽ വേറെ മുട്ട ഇട്ട വന്നില്ല ഉത്തര വേപ്പാട്ടിട്ട് ഇങ്ങ കൊടുത്ത മുട്ട ഇത് കീസ കിട്ടി. ഇത് ദയിക്കുമ്പോണ്ടല്ലേ വെല്ല ഇത് ഉണ്ടല്ലേ, ഇത് പെറവ് സൈഡ് പോയി ഇത് പച്ചക്ക ഇതിലെ മേലെ തെച്ചെറിയല്ല പച്ച മുട്ട. ഇത് തുണിലല്ല വന്നത്. ഇതിപ്പോ എണിച്ച ഒന്ന മുട്ട എടുത്ത് കൊന്താവുള്ളൂ. ഇല്ലെങ്കിൽ ഈ മഞ്ഞൾ കളർ ഇങ്ങനെ ಬೇರೆ ഫോൺ ടാങ്ക് എന്താ ഇത് എന്താ എണിക്കോന്നില്ല. ലാസ്റ്റ് എങ്ങനെയെല്ലാം എണിച്ചപ്പ
പിന്നെ ഗലാട്ട പിന്നെ ചൊല്ലണം അവിടെ ഏത് ഇങ്ങനത്തെ പരിസ്ഥിതി ഇതല്ല അവിടെ പൊട്ടിയതിലേൽകൊന്തേ പൊട്ടിയില്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ചതികളും വഞ്ചനകളും കൂടി വരുന്നു. ചികിത്സയുടെ പേരിൽ മറ്റുള്ള പേരിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നു. അതുകൊണ്ട് സിഹർ പോയാൾ പറയും എലൗണുമാട്ടാക്കിറ മൂത്തോണുമാട്ടാക്കിറ അപ്പുറത്തങ്ങ മാട്ടാക്കിറ എട്ട സൈഡിലാറുണ്ടു ബെൽത്ത സൈഡിലാറുണ്ടു നിങ്ങക്ക് ആവാത്തങ്ങാറുണ്ടു. ഇങ്ങനെ കേൾക്കുമ്പോ എല്ലാവർക്കും ആവാത്തങ്ങ റായത്തിൽ എല്ലാവർക്കും ഉണ്ട് ശത്രു ഇല്ലാത്ത ആരുണ്ടാ എല്ലാവർക്കും ഉണ്ട് ശത്രു. അതുകൊണ്ട് മുത്തുമുമ്മിനിങ്ങളെ പരിഹാരം വേണ്ടതൊക്കെ ആക്കിച്ചോളി. ധാരാളം ഖുർആൻ ഓതിക്കോളി, നല്ലോണം ഖുർആൻ ഓതിക്കോളി. സിഹറുമായി ബന്ധപ്പെടേണ്ട അൽ-ബഖറ ഓതാം, ജിന്ന് സൂറത്തോതാം, മുസ്സമ്മിൽ സൂറത്തോതാം, അർ-റഹ്മാൻ സൂറത്തോതാം. ഇവകളെല്ലാം വീടുകളിൽ ഓതുമ്പോ അത് വലിയ പരിഹാരമാണ്, കാവലാണ്, ബറക്കത്താണ്, സന്തോഷമാണ്. അതുകൊണ്ട് ഖുർആൻ, ദിക്റുകൾ, സ്വലാത്തുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിവസവും 100 തവണ ചൊല്ലിയാൽ അവന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 തവണ ചൊല്ലിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നു. ജിന്ന് സൂറത്ത്, മുസ്സമ്മിൽ സൂറത്തുകൾ ഓതിയാൽ കണ്ണേറ് സിഹറുകൾ ബാത്തിലായി പോകുന്നു. ധാരാളം ഇഖ്റഉൽ ഖുർആൻ, നല്ലോണം ഖുർആൻ ഓതണം. ദിവസത്തിൽ എത്ര ഖുർആൻ ഓതണം എന്ന് പറയാ? മൊബൈൽ നോക്കുന്നതിന്റെ നേരെ ആഫ് അല്ലേ? 1 മണിക്കൂർ മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഖുർആൻ ഓതിയാൽ മതി. എങ്ങനെ 24 മണിക്കൂറിൽ 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നവർ 1/2 മണിക്കൂർ ഖുർആൻ ഓതിയാൽ മതി. അത് നോക്കിയിട്ട് അങ്ങനെ ഡിവൈഡ് ആക്കി ഓതി പാട്ട് ആക്കിയിട്ട് അങ്ങനെ ഓതുക. ഖുർആൻ ഓതുന്നത് കാബലാണ്. അതുകൊണ്ട് ഒരാൾക്കും സിഹിർ വെച്ചു പോകരുത്, ഒരാൾക്കും മാട്ടം വെച്ചു പോകരുത്. അത് നേരെ നിനക്കോ നിന്റെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ അത് തിരിച്ചടിക്കാതിരിക്കില്ല. സിഹിറുമായി കളിക്കരുത്, അത് ഡേഞ്ചറാണ്. ഇന്ന് തൽക്കാലം ചില ആൾക്കെല്ലാം അങ്ങനെ ഉണ്ട്. അങ്ങലങ്ങലത്തെ നാട്ടില്ല കൊണ്ട മന്ത്രിച്ച അപ്പസിപ്പ അല്ലേ അല്ലേ അതിനവറു അമ്മക്ക അട്ട അപ്പക്കാലത്ത് ഓരോരുത്തരുണ്ടാകും പൊണ്ട മന്ത്രിക്ക് അങ്ങനത്തെ അപ്പ പട്ടാക്കി ഒട്ടു കാട്ടിയ പോലെ കബറിലും അങ്ങനെ നക്കീർ വന്നിട്ട് പൊട്ടിക്കുന്ന പട്ടാക്കി തലക്കടിച്ചിട്ട് പൊട്ടിക്കുന്ന പൊട്ടല്ല ആ രൂപത്തിലാണ്. ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ശിഫയാണ്. ഓതി മന്ത്രിച്ച കൊണയില്ല, എന്ത് കൊണ കിട്ടില്ല. അങ്ങനോട്ട് 2000 രൂപത്തിലല്ല പടക്ക. ഇതേ പടക്ക നേരെ ഖബറിലെത്തുമ്പോ ഓർക്കണം, മരിക്കുമ്പോൾ ഓർമ്മ വേണം. സക്കറാത്തിന്റെ വേള ശൈത്താൻ വന്നിട്ട് കലിമഷാത്ത് ചെല്ലാൻ വിടൂല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്, റബ്ബുൽ ഇസ്സത്താണ്. അത് കളവാവൂല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. സിഹറുമായി ബന്ധപ്പെട്ട ഒന്നിലും കൈകടത്തി പോകണ്ട. സിഹർ ഹക്കാണ്, അൽ ഐനു ഹക്കുൻ, കണ്ണേറ് ഹക്കാണ്, അതൊക്കെ ഹക്കാണ്. അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളെയും ബേജാറാക്കാൻ പാടില്ല, സന്തോഷിപ്പിക്കുക അല്ലെ. ഒരു മരിച്ച വീട്ടിലേക്കെല്ലാം പോയെങ്കിൽ നമ്മളെ വിഷയം കേൾക്കുമ്പോ ഞങ്ങളെ ഫലക്കെ കുസിയാവും.